ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ അവനെ ഉറങ്ങിയിട്ടില്ല എന്നർത്ഥം. നല്ല ഉറക്കത്തിൽ വളരെ ഡീപ്പായിട്ട് ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ അവൻ ആന കുത്തിയാൽ പോലെ അവൻ അർത്ഥി. അപ്പോ ആ സുഷുപ്തി അവസ്ഥയിൽ അത് നമ്മൾ എല്ലാ ദിവസവും അനുഭവിക്കുന്നുണ്ട്. രാത്രി ഉറങ്ങണം. ആ ഉറങ്ങി കഴിയുമ്പോൾ ഈ പറഞ്ഞ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല, മനസ്സ് പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ആലയം പിബത ഭാഗവതം രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രഭാതത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ രാത്രി ഉറക്കം വരുന്നത് വരെ ഭാഗവത രസം പാനം ചെയ്തു. താപത്രയം ഉന്മൂലനം നടത്തുന്നുണ്ടാവും. ഒന്നുകൂടി ആഴത്തിൽ ചിന്തിക്കാം. ആലയം എന്നുള്ളതാണ് ഈ പതിവായിട്ട് ഈ ഒരു ലയം നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്നുണ്ട്. ആ ലയത്തിൽ നിന്ന് നമ്മൾ ഉണരുന്നുണ്ട്. അടുത്ത ദിവസം പ്രഭാതത്തില് ഇനി ഒരിക്കലും ഈ ബുദ്ധി പ്രവർത്തിക്കില്ല, ഒരിക്കലും ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കില്ല, ഒരിക്കലും മനസ്സ് പ്രവർത്തിക്കില്ല എന്നുള്ളൊരു ഘട്ടവും നമുക്ക് വരാറില്ലേ? ഇല്ലേ? ഇനി ഒരിക്കലും മനസ്സ് പ്രവർത്തിക്കാത്ത അവസ്ഥ, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാത്ത അവസ്ഥ, ബുദ്ധി പ്രവർത്തിക്കാത്ത അവസ്ഥ ഇല്ലേ? ഏതാണ്? മരണം. അപ്പൊ പിബത ഭാഗവതം രസം ആലയം എന്ന് പറഞ്ഞാൽ ആ മരണാന്തികം പിബത ഭാഗവതം രസം. ഇവിടെയുള്ള കാലത്തോളം ആ ഭാഗവത രസത്തിനെ നിരന്തരം പാനം ചെയ്യും. നിങ്ങൾക്ക് അതുകൊണ്ട് താപത്രയോന്മോചനം, സകലവിധ താപങ്ങളും നിങ്ങൾക്ക് ഇല്ലാതാവും എന്ന് 3 മംഗള ശ്ലോകത്തിലൂടെ, ആദ്യത്തെ ശ്ലോകത്തിൽ മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം, രണ്ടാമത്തെ ശ്ലോകത്തിൽ ആ ലക്ഷ്യ സാക്ഷാത്കാരം കൊണ്ടുണ്ടാവുന്നതായ പ്രയോജനം, മൂന്നാമത്തെ ശ്ലോകത്തിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം. അങ്ങനെ 3 ശ്ലോകങ്ങൾ കൊണ്ട്, ഒരു മംഗള ശ്ലോകങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ശ്രീമദ് ഭാഗവതം ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ മണിയട്ടയും കാലായി നമ്മളുടെ അല്പനേരത്തേക്ക് നിർത്തുകയാണ്. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ആരംഭിക്കാം. അടുത്ത പ്രഭാഷണത്തിൽ പ്രവേശനക്കാർ കഥകൾ അനുസ്മരിച്ചു പോവാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ. വെള്ളം ചവിട്ടി കഴിഞ്ഞാൽ അതില് വെള്ളം കറങ്ങും. അറിഞ്ഞൂടാ, അതിന്റെ കൂടെ ചിലപ്പോ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. വരണത്തിൽ ഘട്ടം കണ്ടു, അതിലേക്ക് അങ്ങോട്ട് കുത്തിയിരുന്നത്. അത് ഉദ്ദേശിച്ചില്ല. ചെയ്യാൻ പറ്റുമോ? എപ്പോഴും സ്റ്റോപ്പ് ചെയ്യണം. ലിങ്ക് മാറി മാറി പോകത്തില്ലേ?